സ്വാഗതം. ഞാൻ ഫിജി തോമസ്. ഇത് വൈഡൻസ് ഇന്ത്യ. 1,00,000 കോടി രൂപ ഒരു സർക്കാർ അധികാരത്തിലെത്തി വെറും 100 ദിവസം പിന്നിടുമ്പോൾ തന്നെ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ്സ് നേടാനാകുമോ? തമിഴ്നാട്ടിലെ പുതിയ വിജയ് സർക്കാർ പറയുന്നത് കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തേക്ക് 1,00,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ പ്രതിബദ്ധതകൾ എത്തിയെന്നാണ്. 104 MOUകളിലായി ഏകദേശം 1.02 ലക്ഷം കോടി രൂപ. അതിലൂടെ നേരിട്ടും പരോക്ഷമായും 1.21 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് സർക്കാരിന്റെ കണക്ക്. ഓഗസ്റ്റ് 13 നടന്ന വെട്രി തമിഴ്നാട് ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ് 2026 മാത്രം 97 പദ്ധതികൾക്കായി ഏകദേശം 67,452 കോടി രൂപയുടെ കരാറുകൾ ഒപ്പുവെച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം: ഇത് വെറും MOUകളുടെ ആഘോഷമാണോ, അതോ തമിഴ്നാട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി മാനുഫാക്ചറിംഗ് ഡെസ്റ്റിനേഷൻസിൽ ഒന്നായി മാറുകയാണോ? ഇതിലും വലിയ ചോദ്യം: കേരളത്തിന് എന്തുകൊണ്ട് ഇതേ രീതിയിൽ വലിയ മാനുഫാക്ചറിംഗ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയുന്നില്ല? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിജയ് സർക്കാരിന്റെ ആദ്യ 100 ദിവസം യഥാർത്ഥ നേട്ടം എന്താണ്? കണക്കുകൾ നോക്കാം. വിജയ് സർക്കാർ അധികാരത്തിലെത്തിയത് 2026 മെയ് മാസത്തിലാണ്. ആദ്യ 100 ദിവസത്തിനുള്ളിൽ സർക്കാർ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് പുഷിന്റെ ഭാഗമായി 1,00,000 കോടിയിലധികം രൂപയുടെ കമ്മിറ്റ്മെന്റ്സ് പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ടത് 97 പുതിയ MOUകൾ മാത്രം 67,452 കോടി രൂപ മൂല്യമുള്ളതാണ്. ഇവ വഴി ഏകദേശം 1.07 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപനം. ഇവിടെയാണ് ഒരു കാര്യം വ്യക്തമാക്കേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്നത് പണം ഇതിനകം നിക്ഷേപിച്ചു എന്നല്ല. ഒരു കമ്പനി ഒരു പ്രൊജക്ട് പ്രഖ്യാപിക്കുന്നു, MOU ഒപ്പിടുന്നു. അതിനുശേഷം ലാൻഡ് അക്വിസിഷൻ, അപ്രൂവൽസ്, ഫിനാൻസിംഗ്, കൺസ്ട്രക്ഷൻ, മെഷീനറി ഇൻസ്റ്റലേഷൻ, പ്രൊഡക്ഷൻ തുടങ്ങിയ ഘട്ടങ്ങളുണ്ട്. അതിനാൽ ഈ 1,00,000 കോടി രൂപ മുഴുവൻ നാളെ തന്നെ തമിഴ്നാട്ടിൽ എത്തുന്ന പണമല്ല. പക്ഷെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിന്റെ സൂചന എന്ന നിലയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം: ഈ നിക്ഷേപങ്ങൾ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല. മാനുഫാക്ചറിംഗ്, ഇലക്ട്രോണിക്സ്, റിന്യൂവബിൾ എനർജി, സ്പേസ്, ഡിഫൻസ്, ഓട്ടോമൊബൈൽ, എഞ്ചിനീയറിംഗ്, അമേരിക്കൻ സെർവർ മാനുഫാക്ചർ, സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടർ, ഫ്രഞ്ച് കമ്പനിയായ സെയിന്റ് ഗൊബൈൻ, ഡെയിംലർ ഇന്ത്യ കൊമേഴ്സ്യൽ വെഹിക്കിൾസ്, ടൈറ്റൻ, MAS ഹോൾഡിംഗ്സ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെയിംലറിന്റെ ചെന്നൈ ഫാക്ടറി എക്സ്പാൻഷൻ മാത്രം ഏകദേശം 4,000 കോടി രൂപ വരും. സെയിന്റ് ഗൊബൈൻ ഏകദേശം 2,000 കോടി രൂപ നിക്ഷേപിക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട് പറയുന്നത്, ഞങ്ങൾക്ക് സർവീസ് സെക്ടർ മാത്രം വേണ്ട, ഫാക്ടറി വേണം. ജോബ്സ് മാത്രം വേണ്ട, പ്രൊഡക്ഷൻ എക്കോസിസ്റ്റം വേണം. ഇൻവെസ്റ്റ്മെന്റ് മാത്രം മതിയാകില്ല, സപ്ലൈ ചെയിൻ വേണം. ഇതാണ് തമിഴ്നാടിന്റെ വലിയ കരുത്ത്. തമിഴ്നാടിന്റെ യഥാർത്ഥ നേട്ടം അവിടുത്തെ എക്കോസിസ്റ്റമാണ്. ഒരു കമ്പനിയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു MOU മതിയാകില്ല. അവിടെ ഫാക്ടറി പണിയണം, വർക്കേഴ്സ് വേണം, സപ്ലൈസ് വേണം, പോർട്ടുകൾ വേണം, റോഡുകൾ വേണം, പവർ വേണം, വാട്ടർ വേണം, എഞ്ചിനീയറിംഗ് ടാലന്റ് വേണം, എക്സ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇവയെല്ലാം ഒരുമിച്ച് കിട്ടുന്ന എക്കോസിസ്റ്റമാണ് തമിഴ്നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തമിഴ്നാടിന്റെ ഔദ്യോഗിക ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസി പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ മൊത്തം വ്യവസായശാലകളുടെ 15.42% തമിഴ്നാട്ടിലുണ്ട്. 4 മേജർ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ, 4 മേജർ സീ പോർട്ടുകൾ, നിരവധി ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ബൃഹത്തായ ഹൈവേ കണക്ടിവിറ്റി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ചെന്നൈയെ വെറും ഒരു നഗരം എന്നതിലുപരി ഡെട്രോയിറ്റ് ഓഫ് ഇന്ത്യ എന്ന മാനുഫാക്ചറിംഗ് ഹബ്ബായി കാണുന്നത്. അതായത് വാഹന നിർമ്മാണ വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രം. ഹുണ്ടൈ മുതൽ റിനോൾട്ട്, TVS, ഫോക്സ്കോൺ സപ്ലൈസ്, ടാറ്റ ഇലക്ട്രോണിക്സ് വരെ വലിയ മാനുഫാക്ചറിംഗ് എക്കോസിസ്റ്റം ഇതിനകം അവിടെയുണ്ട്. പുതിയ കമ്പനിക്ക് അവിടെ എത്തുമ്പോൾ 0 മുതലുള്ള എക്കോസിസ്റ്റം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അതാണ് തമിഴ്നാടിന്റെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇനി നിക്ഷേപകരെ ആകർഷിക്കുന്ന മറ്റൊരു നിർണായക ഘടകം: ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എളുപ്പത്തിൽ ബിസിനസ് നടത്താനുള്ള സാഹചര്യം, സുതാര്യത, പെട്ടെന്നുള്ള അനുമതികൾ, ഇടനിലക്കാരെ ഒഴിവാക്കൽ, ഇവയാണ് പുതിയ ഇൻവെസ്റ്റ്മെന്റ് കോൺഫിഡൻസിന്റെ പ്രധാന കാരണങ്ങൾ.
ഒരു വ്യവസായിക്ക് ഏറ്റവും വലിയ പ്രശ്നം ടാക്സ് റേറ്റ് മാത്രമല്ല, അവൻ അറിയേണ്ടത് എനിക്ക് എത്ര ദിവസം കൊണ്ട് അപ്രൂവൽ കിട്ടും, ആരെയൊക്കെ കാണണം, എത്ര ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പോകണം, പ്രൊജക്ട് തടസ്സപ്പെട്ടാൽ ആരാണ് അത് പരിഹരിക്കുക. തമിഴ്നാട് ഇതിന് സംവിധാനപരവും ഔദ്യോഗികവുമായ മറുപടി നൽകാൻ ശ്രമിക്കുന്നു. 1992 മുതൽ പ്രവർത്തിക്കുന്ന ഗൈഡൻസ് തമിഴ്നാടുവാണ് സംസ്ഥാനത്തിന്റെ നോഡൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഏജൻസി. ഇൻവെസ്റ്ററിന് സൈറ്റ് സെലക്ഷൻ മുതൽ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ വരെ തുടർച്ചയായ മാർഗനിർദ്ദേശം നൽകുക എന്നതാണ് അതിന്റെ പ്രധാന ചുമതല. ഇതോടൊപ്പം തമിഴ്നാട് ഇപ്പോൾ സമയബന്ധിതമായ അനുമതികളിലേക്ക് ശ്രദ്ധിക്കുന്നു. വ്യവസായ പദ്ധതികൾക്ക് ആവശ്യമായ അംഗീകാരങ്ങൾ, ലൈസൻസസ്, NOCകൾ എന്നിവ വേഗത്തിൽ നൽകാനുള്ള സംവിധാനമാണ് ലക്ഷ്യം. പുതിയ ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവിൽ ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്സിന്റെ അപ്രൂവലിന് 21 ദിവസത്തെ ടൈം ഫ്രെയിം എന്ന ആശയവും സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത് നിക്ഷേപകന് എന്താണ് നൽകുന്നത്? വ്യക്തമായ ഉറപ്പ്. ഒരു പ്രൊജക്ട് തുടങ്ങാൻ ചെലവാകുന്ന പണം മാത്രമല്ല ഇൻവെസ്റ്റർ കണക്കാക്കുന്നത്, കാലതാമസം മൂലമുള്ള ചെലവുകൾ കൂടിയാണ്. ഒരു ഫാക്ടറി തുടങ്ങാൻ വൈകിയാൽ ലാൻഡ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് കോസ്റ്റ്, എംപ്ലോയി കോസ്റ്റ്, മെഷീനറി കോസ്റ്റ് എല്ലാം കൂടും. അതുകൊണ്ട് ഫാസ്റ്റ് ഗവൺമെന്റ് ഈസ് ഈക്വൽ ടു ലോവർ ബിസിനസ് കോസ്റ്റ്. ഇതാണ് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ഗവേണൻസിന്റെ എക്കണോമിക്സ്. ഇനി ഇക്കാര്യങ്ങളിൽ കേരളം പിന്നിലാണോ? ഇവിടെ കേരളത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കറക്ഷൻ അനിവാര്യമാണ്. കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. കേരളത്തിന് K-SWIFT എന്ന ഓൺലൈൻ സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ട്. ഇൻഡസ്ട്രി അപ്രൂവൽസ്, ക്ലിയറൻസസ്, NOC എന്നിവ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമാണിത്. 2025 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലും കേരളം വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് നേടിയിരുന്നു. 374 എക്സ്പ്രഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് വഴി ഏകദേശം 1.53 ലക്ഷം കോടി രൂപയുടെ പ്രൊപ്പോസൽസ് ലഭിച്ചു. അതിനാൽ കേരളത്തിന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല എന്നത് തെറ്റാണ്. പക്ഷെ പ്രശ്നം മറ്റൊന്നാണ്. എത്ര പ്രൊപ്പോസൽ വന്നു എന്നതല്ല പ്രധാന ചോദ്യം, എത്ര പ്രൊജക്ട് ഗ്രൗണ്ടിലെത്തി. അതാണ് യഥാർത്ഥ ടെസ്റ്റ്. ഇവിടെയാണ് തമിഴ്നാടും കേരളവും തമ്മിലുള്ള വലിയ വ്യത്യാസം കാണാൻ കഴിയുന്നത്. 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൽ ലഭിച്ച 1.81 ലക്ഷം കോടി രൂപയുടെ EOIകളിൽ 54,908 കോടി രൂപയുടെ മൂല്യമുള്ള പ്രൊജക്ട്സ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. 115 പ്രൊജക്ടുകൾ കൺസ്ട്രക്ഷൻ ആരംഭിക്കുകയോ ഓപ്പറേഷൻസ് തുടങ്ങുകയോ ചെയ്തിരുന്നു. ഇവ വഴി 66,073 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായി കേരള സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിന് വലിയ നേട്ടമാണ്. പക്ഷെ അതേസമയം ഒരു ലെസൺ കൂടിയുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റ് നടത്തുന്നത് എളുപ്പമാണ്, MOU ഒപ്പിടുന്നതും എളുപ്പമാണ്, ഫാക്ടറി പണിയിച്ച് പ്രൊഡക്ഷൻ ആരംഭിക്കുക എന്നതാണ് യഥാർത്ഥ വിജയം. അപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഒന്ന്, സ്കെയിൽ. തമിഴ്നാടിന്റെ മാനുഫാക്ചറിംഗ് ബേസ് വളരെ വലുതാണ്. 2, ലാൻഡ്. ലാർജ് സ്കെയിൽ ഫാക്ടറിക്ക് ആവശ്യമായ ഇൻഡസ്ട്രിയൽ ലാൻഡ് പാർസൽസ് തമിഴ്നാട്ടിൽ താരതമ്യേന കൂടുതൽ ലഭ്യമാണ്. 3, പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ്. ചെന്നൈ, എണ്ണൂർ, തൂത്തുക്കുടി പോലുള്ള പോർട്ടുകൾ മാനുഫാക്ചറിംഗ് എക്സ്പോർട്ടേഴ്സിന് വലിയ അഡ്വാൻറ്റേജ് നൽകുന്നു. 4, സപ്ലയർ എക്കോസിസ്റ്റം. ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ്, ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ് തുടങ്ങി നിരവധി സപ്ലൈ ചെയിൻസ് ഇതിനകം തമിഴ്നാട്ടിൽ സ്ഥാപിതമാണ്. 5, ഇൻഡസ്ട്രിയൽ കൾച്ചർ. പതിറ്റാണ്ടുകളായി മാനുഫാക്ചറിംഗ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചു വരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അതിനാൽ പുതിയ നിക്ഷേപകന് ഞാൻ തമിഴ്നാട്ടിൽ ഫാക്ടറി തുടങ്ങണോ എന്നതിലുപരി തമിഴ്നാട്ടിലെ ഏത് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്ററിലാണ് ഞാൻ ചേരേണ്ടത് എന്നതായി മാറുന്നു. ഇതാണ് എക്കോസിസ്റ്റം അഡ്വാൻറ്റേജ്. കേരളത്തിന് ഇല്ലാത്തത് എന്താണ്? കേരളത്തിന് ടാലന്റ് ഇല്ലേ? ഉണ്ട്. എഡ്യൂക്കേഷൻ ഇല്ലേ? ഉണ്ട്. ഓൺട്രപ്രണർഷിപ്പ് ഇല്ലേ? ഉണ്ട്. ആഗോള പ്രവാസി സമൂഹമില്ലേ? വളരെ ശക്തമാണ്. പോർട്ടുകളില്ലേ? ഉണ്ട്. വിഴിഞ്ഞം പോലുള്ള വലിയ സ്ട്രാറ്റജിക് അസറ്റ് കേരളത്തിലുണ്ട്. IT എക്കോസിസ്റ്റം ഇല്ലേ? ഉണ്ട്. അപ്പോൾ എന്താണ് മിസ്സിംഗ്? ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗ് എക്കോസിസ്റ്റം, ഇൻഡസ്ട്രിയൽ ലാൻഡ് അവൈലബിലിറ്റി, സ്കെയിൽ, വേഗത്തിലുള്ള പദ്ധതി നടപ്പാക്കൽ, ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന അനുമതികൾ വേഗത്തിൽ യഥാർത്ഥ പദ്ധതികളുമായി മാറുമെന്ന കാര്യത്തിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം. എന്നാൽ കേരളം ഇതിനകം ഈ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടത്തുകയാണ്. 2025 സബ്മിറ്റിന് ശേഷം പ്രൊജക്ട് മോണിറ്ററിംഗിന് ഡെഡിക്കേറ്റഡ് ഓൺലൈൻ പോർട്ടൽ, ഡിസ്ട്രിക്ട് ലെവൽ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ സെൽസ്, ടാസ്ക് ഫോഴ്സ്, പോളിസി റിഫോംസ് തുടങ്ങിയ സംവിധാനങ്ങൾ സർക്കാർ കൊണ്ടുവന്നു.
അതായത് കേരളം പിന്നിൽ നിൽക്കുകയല്ല, പക്ഷെ തമിഴ്നാടിന് മുൻപിൽ ഓടാനുള്ള സ്പീഡ് പിടിക്കേണ്ടതുണ്ട്. ഇനി വിജയ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? 1,00,000 കോടി രൂപ പ്രഖ്യാപിച്ചു, അത് നല്ലതാണ്. 1.2 ലക്ഷം തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതും നല്ലതാണ്. പക്ഷെ അടുത്ത ചോദ്യം, എത്ര പ്രൊജക്ടുകൾക്ക് ഭൂമി ലഭിച്ചു? എത്ര ഫാക്ടറി കൺസ്ട്രക്ഷൻ ആരംഭിച്ചു? എത്ര കമ്പനികൾ പ്രൊഡക്ഷൻ തുടങ്ങി? എത്ര തൊഴിൽ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചു? ഇതാണ് അടുത്ത 2-3 വർഷം കൊണ്ട് വിലയിരുത്തേണ്ടത്. കാരണം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്റ്റേറ്റിന്റെ വിജയം ഇൻവെസ്റ്റ്മെന്റ് അനൗൺസ്മെന്റിൽ അല്ല, ഇൻവെസ്റ്റ്മെന്റ് എക്സിക്യൂഷനിലാണ്. അപ്പോൾ തമിഴ്നാട് കേരളത്തെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. പക്ഷേ അത് കേരളം തമിഴ്നാടിനെ കോപ്പി ചെയ്യണമെന്നല്ല. കേരളത്തിന്റെ സ്വന്തം കരുത്തുണ്ട്. ടാലന്റ്, ഹെൽത്ത് കെയർ, IT, ടൂറിസം, പോർട്സ്, നോളജ് എക്കോണമി, പ്രവാസി നിക്ഷേപം, ഇവയെ ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജിയുമായി ബന്ധിപ്പിക്കണം. തമിഴ്നാട് ചെയ്യുന്നത് എന്താണ്? ഇൻവെസ്റ്ററിനെ ക്ഷണിക്കുന്നു, അപ്രൂവൽ വേഗത്തിലാക്കുന്നു, ഇടനിലക്കാരെ കുറയ്ക്കുന്നു, വ്യവസായ ഭൂമി ഒരുക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു, വിതരണ സംവിധാനങ്ങൾ നൽകുന്നു, പിന്നെ പദ്ധതികൾ ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് യഥാർത്ഥ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്റ്റേറ്റ് മോഡൽ. വിജയ് സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തെ 1,00,000 കോടി രൂപയുടെ കമ്മിറ്റ്മെന്റ് ഒരു വലിയ തുടക്കമാണ്. പക്ഷെ അത് ചരിത്രമാകണമെങ്കിൽ MOU, ഫാക്ടറി, ഉൽപാദനം, തൊഴിൽ, കയറ്റുമതി എന്ന ചെയിൻ പൂർത്തിയാകണം. കേരളത്തിനുമുണ്ട് അതേ ചലഞ്ച്. കേരളം ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽസ് നേടുന്ന സംസ്ഥാനത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്സിക്യൂഷൻ സ്റ്റേറ്റ് ആയി മാറുന്നു. തമിഴ്നാട് പ്രഖ്യാപനങ്ങളെ ഉൽപാദനത്തിലേക്ക് എത്ര വേഗം മാറ്റും? അടുത്ത കുറച്ച് വർഷങ്ങൾ അതിന് ഉത്തരം നൽകും.